ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണ്. നമുക്ക് സ്കോഡിൽ കീപ്പറിൻ്റെ ഒരു അഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ 1200 കോയിനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സ്പിൻ ചെയ്യാൻ പോവുകയാണ്. അതേ ഉള്ളൂ കയ്യിൽ. കിട്ടണേ കിട്ടട്ടെ. സോ അത് നല്ലൊരു പാക്ക് തന്നെയാണ്. യായ ടോറെ, ലീ ഡിക്സോൺ, പീറ്റർ സ്മൈക്കിൾ. നമ്മുടെ ടാർഗറ്റ് പീറ്റർ സ്മൈക്കിളാണ്. പിന്നെ യായ ടോറനാണ് ആവശ്യമില്ലാത്ത പ്ലെയർ. ഡിക്സോണിനെ കിട്ടിയ കുഴപ്പമില്ല. സോ ഇതാണ് പാക്ക്. കണ്ടാൽ മനസ്സിലാവും. സോ അതിനെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത് നമ്മളെ സ്കോഡ് ബേസ് ടീം സെറ്റിങ്സ് എടുത്തിട്ട് ടാർഗറ്റ് പീറ്റർ സ്മൈക്കിൾ. ഓക്കെ, മാച്ച് യുണൈറ്റഡ് തന്നെയാണ് പീറ്റർ സ്മൈക്കിൾ. എടുക്കട്ടെ, മാച്ച് യുണൈറ്റഡ് എടുക്കട്ടെ. നാല് പുഷിൻ്റെ ഇതിൽ നമ്മൾ ആ പുഷ് മാത്രം ഇതാക്കി വെക്കുകയാണ്. ഓക്കെ, ഒരു പ്ലെയറിനെ ഒഴിവാക്കണമല്ല. ആരാ ഈ സ്റ്റോയിക്കോ എന്നുള്ള പ്ലെയറിനൊന്ന് റിലീസ് ചെയ്യാണ്ട് ബോധമില്ലേ, പെട്ടെന്ന് വെച്ചതാണ്. ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട അവസ്ഥയായി. സ്റ്റോയിക്കോ ഓക്കെ ഗൈസ്, റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 പൊസിഷൻ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. കോച്ച് ചേഞ്ച് മാനേജർ ഇതിടാം. ഓക്കെ ഗൈസ്, ഇതാണ്. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഫോർമേഷനും കൂടി ചെയ്യാം. 4-3-3 അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ നേരെ കോൺട്രാക്റ്റിലോട്ട് പോവാം. നേരെ എടുക്കുക. GK, DMF, RB 3 പൊസിഷനിലുള്ളത് നമുക്ക് ടാപ്പ് ചെയ്യാം. DMF, GK, RB. ഓക്കെ, ടാപ്പ് ചെയ്തിട്ടുണ്ട്. റൊട്ടേഷൻ കൊടുക്കാം. 1 2 3. ബാക്ക് വരാം. ഡീറ്റെയിൽസ് നോക്കാം. ജസ്റ്റ് ഒരു 100 കൊടുക്കാം. ഗൈസ് നോ, ഒന്നുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് സ്പിന്നറിന് ഫ്യൂച്ചർ അടിച്ചിരിക്കുകയാണ് CB. ഇങ്ങനെ ഫസ്റ്റ് സ്പിന്നിൽ ഫ്യൂച്ചർ അടിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ തന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലതൊന്നും പിന്നെ തരില്ല. പക്ഷേ ഇതുപോലെ ഫ്യൂച്ചർ എന്തെങ്കിലുമൊക്കെ തന്നാൽ നമ്മുടെ അത്ര നല്ല കാര്യമൊന്നുമല്ല ഫ്യൂച്ചർ അടിക്കുന്ന ബസ് തന്നെ. 1 2 3.
ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഗായ്സ് സ്പിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒന്നുമില്ല. ഷാർബിനെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്പിന്നാണ്. നമുക്ക് ഏതായാലും കോയിന് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്പിൻ ചെയ്ത് കളയാ, മൊത്തമായിട്ട് സ്പിൻ ചെയ്യുക. അതിനിപ്പോൾ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത്. ഓക്കെ, സ്പിൻ കൊടുക്കണ്ട്. ഇതിലും ഒന്നുമില്ല. വരാ. ഓക്കെ, നേരെ പുറത്തോട്ട് പോവാം ഗൈസിന്. കോൺട്രാക്റ്റ് എടുക്കാം. സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ് ഇവിടെ ഉണ്ടാവും ഗൈസ്. നമ്മളെ രാജാവ് ഉണ്ടാവും ഗൈസ്. തോമസ് പറി, ഇവനെയാണ് നമുക്ക് വേണ്ടിയത്. തോമസ് പറിനെ എടുക്കുക. ബാക്ക് വരിക. മൈ ടീം പോവുക. ഏറ്റവും ലാസ്റ്റ് തോമസ് പറി ഉണ്ടാവും. ഇത് തോമസ് പറി എവിടെയാണ് ഗൈസ്? ഇതൊക്കെ ഗൈസ് തോമസ് പറി. ഇവനെടുക്കുക, ആക്ഷൻ കൊടുക്കുക, റിലീസ് കൊടുക്കുക. നേരെ ഇവിടെ വരിക. കോൺട്രാക്റ്റ് പോവുക. ഇരിക്കുക. വേണ്ട പ്ലെയറിനെ ടാപ്പ് ചെയ്യുക. റൊട്ടേഷൻ കൊടുക്കുക. 1 2 3 ബാക്ക് വരിക. 900 ക്യാൻസൽ എടുക്കുക. 900 സ്പിൻ എടുക്കുക. ഗായ്സ് എപ്പിക്ക് അടിച്ചിരിക്കുകയാണ്. ഫൈനലി ഗായ്സ് തോമസ് പറി ട്രിക്ക് വർക്കായിരിക്കുകയാണ്. നമുക്ക് എപ്പിക്ക് അടിച്ചു. ആരാണ്? യായ ടോറെ. നമുക്ക് വേണ്ടാത്ത പ്ലെയറാണ് തന്നിരിക്കണേ. പക്ഷെ കുഴപ്പമില്ല. വേണ്ട ഇവനല്ലായിരുന്നു, വേണ്ട മൈക്കിളിനായിരുന്നു. തന്നവനാണ്. കുഴപ്പമില്ല, പൊരുത്തപ്പെടാം. കിട്ടിയേച്ച് പൊരുത്തപ്പെടാം. അപ്പോൾ യായ ടോറെ എപ്പിക്ക് അടിച്ചിരിക്കുകയാണ്. 2 ഫ്യൂച്ചർ അടിച്ചൊരു എപ്പിക്ക് അടിച്ചു ഗായ്സ്. അത് നമ്മളെ പാക്ക് 1200 കോയിൻ. നാളെ നമ്മളെ ഇവനെ പൊട്ടിച്ച പോലെ തന്നെ ഇറ്റോക്ക് വേണ്ടി പൊട്ടിച്ച പോലെ തന്നെ 1200 കോയിൻ പൊട്ടിച്ചു. ഇപ്പോൾ ആവശ്യം 2 ഫ്യൂച്ചറും അടിച്ചിട്ടുണ്ട് ഗായ്സ്. വർത്താണ് 1200 കോയിൻ വർത്തായി. സോ താങ്ക് യു കൊനാമി. കുറച്ച് കാലത്തിന് ശേഷമാണ് കുറച്ച് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണേ കൊനാമിക. ഗായ്സ് ഓൾഡ് ഗേസ് ഇടുക. നമുക്ക് ഓർഡർ ഓഫ് സൈനിങ് യായ ടോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലെയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അറ്റാക്കും ഡിഫെൻസും സപ്പോർട്ട് ചെയ്യണ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന DMF ആണ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് പ്രതീക്ഷിക്കാം. നല്ല പെർഫോമൻസ് കിട്ടുന്ന കാർഡുകളാണ് ഇവൻ്റെയൊക്കെ. ഓക്കെ, എത്ര റേറ്റിംഗ് വരും നോക്കാം. ഗായ്സ് ടോട്ടൽ ഒരു 104 റേറ്റിംഗ് വരും ഈ ആയ ടോറെ എന്നിട്ടുള്ള പ്ലെയറിൻ്റെ കാർഡ്. എനിക്ക് GK നോക്കാം. ഫസ്റ്റ് ഒരു ഫ്യൂച്ചർ ഇട്ടില്ല അത് ഗൈസ്. ഇതാണ് ഫസ്റ്റ് ഫ്യൂച്ചർ. ഇത് രണ്ടാമത്തെ ഫ്യൂച്ചർ. $10,000 ഇല്ലേ ഗൈസ്. ട്രെയിനിങ് അതിൻ്റെ ആനൊക്കെ കഴിഞ്ഞു പോകുന്നത്. ട്രെയിൻ ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഗൈസ് 99 98 റേറ്റിംഗ് വരുന്നുണ്ട്. 98 ആണെന്നൊരു തോന്നുന്നത്. 97 റേറ്റിംഗ് വരുന്നുള്ളൂ ഗൈസ്. 98 99 വരുന്നുണ്ട്. 97. ഓക്കെ,
ഇന്നൊരു CBനെ കിട്ടിയിരുന്നു. ഇവിടെ ഗൈസ് CB സെയിം ഇതാണ്ട് വരുന്നത്. പിന്നെ 97 ആവും മിക്കവാറും കിട്ടാൻ പോണത്. 95. അപ്പോൾ അവൻ്റെ റേറ്റിംഗ് കൂടുതലാണ്. ഓക്കെ, ബിൽഡപ്പ് CB ആണ് ഗായ്സ്. ഓ ഗായ്സ്, ഇതാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ആണ് ഗായ്സ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. സ്പീഡാണ് വിഷയം. അത്യാവശ്യം നല്ല സ്പീഡി ആയിട്ടുള്ള നമുക്കൊരു CBനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സലിബാനേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ സ്പീഡി ആയിട്ടുള്ള CB ആയിട്ട് വരുന്നത്. സോ നമ്മളെ ട്രിക്ക് വർക്കായിട്ടുണ്ട്. യായ ടോറെ എപ്പിക് സ്കോഡ് അതിൽ അപ്പോൾ അത്യാവശ്യം നല്ല എപ്പിക്സ് ഉള്ളൊരു അത്യാവശ്യം നല്ല കാർഡുകളുള്ളൊരു കിടിലൻ സ്കോഡ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നിലവിൽ. സോ നല്ല കാര്യം, എപ്പിക് അടിച്ചിരിക്കുകയാണ്. ഇനിയും എപ്പിക്കുകൾ കൊനാമി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമ്മൾ കോയിനൊക്കെ ആകുമ്പോൾ സ്പിൻ ചെയ്യണതാണ്. നല്ല കാർഡുകൾ വരുമ്പോൾ കോയിനൊക്കെ ആകുമ്പോൾ സ്പിൻ ചെയ്യണതാണ്. സോ ഇപ്പോൾ ഈ ട്രിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ കോയിനൊക്കെ കയ്യിലുള്ളവരുണ്ടെങ്കിൽ പ്ലെയറിന് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ ലിസ്റ്റിലുള്ള പ്ലെയേഴ്സിന് വേണമെന്നുള്ളവരാണെങ്കിൽ സ്പിൻ ചെയ്തൊക്കെ നോക്കുക. വെറുതെ കുറേ എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്പിൻ ചെയ്തൊക്കെ നോക്കുക. കിട്ടിയാൽ ആയി, അല്ലാണ്ടേ പോയി. അത്രേ ഉള്ളൂ. കിട്ടിയായി, ഇല്ലെങ്കിൽ പോയി. എന്തായാലും വെറുതെ കോയിൻ എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്പിൻ ചെയ്ത് നോക്കുക. സോ അതൊക്കെയാണ് ഈ വീഡിയോ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.